ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടന്നാലോ. അതിനുമുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് കൂടി അടിച്ചിട്ട് നമ്മുടെ വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കണം. അപ്പൊ നേരെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം. അങ്ങനെ ചന്ദ്രമതി തിരിച്ചെത്തിയിരിക്കുകയാണ്. ചന്ദ്രമതി എട്ടക്കാല് വെച്ചുകൊണ്ടാണ് നമ്മുടെ ചന്ദ്രോദയത്തിലേക്ക് കയറുന്നത്. സച്ചി പറഞ്ഞു വലതുകാല് വെച്ച് കയറാൻ. അതുകൊണ്ടാണ് കേട്ടോ നമ്മുടെ ചന്ദ്രമതി ഇട്ടത്തുകാല് വെച്ച് ചന്ദ്രോദയത്തിലേക്ക് കയറുന്നത്. സച്ചി പറയുന്ന ഒരിക്കലും കേൾക്കത്തില്ലല്ലോ. ഏതായാലും അകത്തേക്ക് കയറി ആരതിയൊക്കെ ഒഴിഞ്ഞു കയറ്റാന്ന് നമ്മുടെ സച്ചി പറഞ്ഞതായിരുന്നു. പക്ഷെ പുള്ളിക്കാരിക്ക് അത് അത്രയ്ക്ക് പിടിച്ചില്ല. അതുകൊണ്ട് പുള്ളിക്കാരി എന്ത് ചെയ്തു, ഇടതുകാലൊക്കെ വെച്ച് നമ്മുടെ സച്ചി പറയുന്നത് കേൾക്കാതെ അകത്തേക്ക് കയറി വരികയാണ്. ഈ സമയത്ത് നമ്മുടെ സച്ചി പറഞ്ഞു, മെല്ലെ 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 പയ്യെ ഭൂമി കുലുക്കാതെ ഇനി ഒരിക്കലും തിരിച്ചു പോവില്ല എന്ന പ്രാർത്ഥനയോടുകൂടി പതുക്കെ കയറി വരണമെന്ന്. ഈ ഒരു സമയത്ത് നമ്മുടെ രവീന്ദ്രൻ അങ്ങ് കയറി പോയപ്പോഴത്തേക്കും സച്ചി പറഞ്ഞു, അയ്യോ അച്ഛൻ എവിടെ പോവോ, ഇത് എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് പോ. പറഞ്ഞേ പോയി, നീ വന്നല്ലോ എനിക്ക് സമാധാനമായി എന്നൊക്കെ ഒന്ന് ചെന്ന് പറ. ഇതിപ്പോ മൈൻഡ് ചെയ്യാതെ പോവാണോ അച്ഛ, എന്താ അച്ഛ ഇത് എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്രൻ പറഞ്ഞു, അങ്ങനെ പറഞ്ഞാൽ എന്താ, അപ്പൊ രവിയേട്ടനോട് മിണ്ടില്ലല്ലേ, അല്ല നീ വന്നല്ലോ എനിക്ക് സമാധാനമായി തൃപ്തിയായി പോരെ, അതുപോലെ. അപ്പൊ സച്ചു പറഞ്ഞു, അയ്യേ ഇത് കൊള്ളത്തില്ല, ഇങ്ങനെയല്ല അച്ഛ പറയേണ്ടത്. അമ്മ ഇങ്ങ് വന്നേ, അമ്മ ഇങ്ങ് വാ, അമ്മ ബാഗൊക്കെ അവിടെ വെച്ചേ, അമ്മ ഇങ്ങ് വന്നേ, അമ്മ ഇങ്ങ് വന്നേ. അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്രൻ പറഞ്ഞു, വിടടാ നീ എന്താ ഈ കാണിക്കുന്നത്, അമ്മ ഇങ്ങ് വന്ന് ഇവിടെ ഇരിക്കമ്മേ. ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്, അത് ഞാൻ പറയാൻ പോവാം, എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം. അപ്പോഴത്തേക്കും നമ്മുടെ സുധി പറഞ്ഞു, നീ എന്താണ് അമ്മനെ വട്ട് കളിപ്പിക്കുവാണോ? ഞാൻ വട്ട് കളിപ്പിക്കുമൊന്നുമല്ല അച്ഛൻ ഇനി ഇങ്ങ് വാ, അച്ഛൻ ഇനി ഇങ്ങ് വന്നേ, അച്ഛ വന്നേ, അച്ഛൻ എന്തിനാണോ അച്ഛ ഇത്, അച്ഛൻ ഇങ്ങ് വന്ന് അമ്മയുടെ അടുത്തിരുന്നേ എന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടുപേരും ഒരുമിച്ച് പിടിച്ച് ഇരുത്തി. എന്നിട്ട് നമ്മുടെ സച്ചി പറഞ്ഞു, ഇനി രണ്ടുപേരും പറയാനുള്ളതൊക്കെ പറഞ്ഞു. എന്ത് പറയാന്? എന്തേലും ഒക്കെ പറയുന്നേ, രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കി ഇരിക്കല്ലോ, എന്തെങ്കിലുമൊക്കെ പറയാന്. എന്നാൽ ഈ സമയത്ത് ശ്രീകാന്തിനും വർഷയ്ക്കും ഒക്കെ ചിരി വരികയാണ് കേട്ടോ. ഏതായാലും ഈ സമയത്ത് നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, നാഴേക്ക് 40 വട്ടം എന്റെ വീട് എന്ന് പറയുന്നതല്ലേ, പിന്നെ എന്തിനാ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത്, അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നോ? ഇറങ്ങിപ്പോയപ്പം ഇങ്ങനെയൊക്കെ വരും. അപ്പോഴത്തേക്ക് നമ്മുടെ സുധി പറഞ്ഞു, ഞാൻ വന്ന് വിളിച്ചിട്ട് പോലും അമ്മ വന്നില്ല, അമ്മ കൂടെ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് എന്ത് ടെൻഷനാണെന്ന് അറിയാമോ. എനിക്ക് രാത്രി ഉറങ്ങാൻ പോലും സാധിച്ചിട്ടില്ല. അമ്മ തൊണ്ടയിന്ന് ഭക്ഷണം പോലും ഉറങ്ങുന്നില്ലായിരുന്നു അങ്ങോട്ടേക്ക്. അമ്മയ്ക്ക് ഇത് വല്ലതും അറിയോ? അമ്മ പോയതിനു ശേഷം ഞാൻ ഇവിടുന്ന് നേരെ വന്ന ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല. വല്ലാത്തൊരു അവസ്ഥയായിരുന്നു. അമ്മ ഇല്ലാത്ത വീട്, എന്ത് വീട്, ഇതൊരു വീടാണോ? അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി പറഞ്ഞു, ശരിയാ, അവ ഇവിടെ നിന്ന് ഒരു ഭക്ഷണം കഴിച്ചിട്ടില്ല, ദിവസവും ഹോട്ടലിൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്നുണ്ടായിരുന്നു, ആരും അറിയുന്നില്ലല്ലോ. അപ്പൊ വർഷ പറഞ്ഞു, അല്ല ആന്റി ആകപ്പാടെ അങ്ങ് ഉടഞ്ഞു പോയല്ലോ. അതെ, അമ്മയുടെ തടി കുറച്ച് കുറഞ്ഞു എന്ന് ശ്രീകാന്ത് പറഞ്ഞു. അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി പറഞ്ഞു, നമ്മുടെ രേവതി ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിച്ച് എന്ത് രുചി പിടിച്ചിട്ട് അമ്മയ്ക്ക് വേറൊരു ഭക്ഷണം പോലും കഴിക്കാൻ പറ്റത്തില്ലാത്തൊരവസ്ഥയായി. അപ്പൊ പിന്നെ 2 ദിവസം കഴിയുമ്പം മെലിയുവല്ലേ, അതാണ് രേവതി ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന്റെ മഹിമ. പിന്നെ നീ പറയുന്ന കേട്ടത് ഇവളുണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കാനാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതെന്ന്. ഇവിടെ രേവതി ഉണ്ടാക്കുന്ന ഭക്ഷണവും കഴിച്ച് എന്നെ അവള് 3 നേരവും വഴക്കും പറഞ്ഞ് ഇവിടെ സമാധാനത്തോടെ കഴിഞ്ഞുകൊണ്ടിരുന്ന അമ്മയല്ലേ, ഇറങ്ങിപ്പോണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? ഇറങ്ങിപ്പോയപ്പോ ഉടഞ്ഞു മെലിഞ്ഞു. അപ്പൊ നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, അല്ല അവിടെ നിനക്ക് വഴക്കുണ്ടാക്കാൻ ആളില്ലാഞ്ഞിട്ടല്ലേ നീ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നത്? അച്ഛൻ പറയുന്നത് കറക്റ്റാ. അമ്മയുടെ വഴക്ക് കേൾക്കാത്തോണ്ട് എനിക്ക് രേവതിക്ക് എന്തോ പോലെയായിരുന്നു. ഇപ്പൊ ഒരു സമാധാനമായി. ഇനി ദിവസവും സുപ്രഭാതം പോലെ രാവിലെ മുതൽ വഴക്ക് കേട്ടോട്ട് ഇരിക്കാലോ. രക്ഷപ്പെട്ടു. അല്ല ഞാൻ വന്നത് നിനക്ക് ഇഷ്ടായില്ലെന്ന് തോന്നുന്നു സച്ചി, എന്താ ഞാൻ പോണോ? അപ്പൊ രവീന്ദ്രൻ പറഞ്ഞു, സച്ചിയായിട്ട് വെറുതെ തമാശക്ക് പറഞ്ഞല്ലേ, വെറുതെ ശ്രീകാന്ത് ഇങ്ങനെ പറഞ്ഞു കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ ഹർഷ പറഞ്ഞതേ, ഇതിന്റെ പേരിൽ ഇനി ദേഷ്യപ്പെട്ട് വേണമെങ്കിൽ പോവല്ലേ ആന്റി, വേണ്ടാട്ടോ, ഇങ്ങനെ ആന്റി പോയാൽ ഒരു രസമില്ല. എല്ലാവർക്കും ഓർമ്മയില്ലേ അന്ന് ഞാൻ ശ്രീകാന്തിനോട് ദേഷ്യപ്പെട്ട് എന്റെ വീട്ടിലേക്ക് പോയപ്പോ ആന്റി എന്തൊക്കെയാ പറഞ്ഞത്? ഇപ്പൊ ആന്റി അതേപോലെ പിണങ്ങി ഇറങ്ങി പോയില്ലേ? ഇത് മോശമല്ലേ ആന്റി, മോശമായി പോയില്ലേ ആന്റി? ഇതാ പറയുന്നത്, ഭർത്താക്കന്മാരോട് വഴക്കിട്ടാൽ നമ്മൾ ഇറങ്ങിയൊക്കെ പോകും, അത് വലിയ പ്രശ്നമാക്കി തീർക്കണ്ട. അപ്പോഴത്തേക്കും ചന്ദ്രയോട് രവീന്ദ്രൻ ചോദിച്ചു, എന്ത് പറ്റി, ഉത്തരം മുട്ടിപ്പോയോ ചന്ദ്രൻ നിനക്ക്? ഉത്തരം മുട്ടും. ഞാൻ തിരിച്ചു വന്നപ്പോ ആന്റി പറഞ്ഞത് കേൾക്കാതെ പോയതിന് ആന്റി എന്നെ എന്തൊക്കെ വഴക്ക് പറഞ്ഞു. അതെ, നിന്റെ അമ്മായിയമ്മ വഴക്ക് പറഞ്ഞില്ലേ, അതുപോലെ അമ്മ ആരെങ്കിലും വഴക്ക് പറയണമെങ്കിൽ നാട്ടിൽ നിന്ന് അച്ഛമ്മ ഇവിടെ വന്നിറങ്ങണം, അച്ഛമ്മേനെ വിളിച്ചു വരുത്തണം, എങ്കില് അച്ഛമ്മ നല്ല വഴക്ക് കൊടുത്തോളും.
അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്ര "ആ, അതിന്റെ അതിന്റെ ആവശ്യമൊന്നുമില്ല" എന്ന്. ഈ സമയത്ത് നമ്മുടെ ശ്രുതി ഇത് എന്ത് പറ്റി, ഞാനും ശ്രുതിയും വിളിച്ചിട്ട് വന്നില്ലല്ലോ അമ്മ, പിന്നെ എന്തായിരിക്കും എന്ന്. ഈ സമയത്ത് നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, എന്താ പറ്റിയത്, നീ ഇങ്ങോട്ട് വന്നത്, അതിന് കാര്യം പറ. അത് പിന്നെ ഇവളുടെ അമ്മയും അനിയത്തിയും ആങ്ങളെയും എന്റെ വീട്ടിൽ വന്നു. എന്റെ വീട്ടിലല്ല, ഭാമയുടെ വീട്ടിൽ വന്നു. അവര് എന്റെ മുമ്പിൽ കൈയും കൂപ്പി ഇങ്ങനെ നിന്ന് യാചിച്ചു. ഒരു അമ്മയുടെ മനസ്സല്ലേ എന്റെ, അപ്പൊ എന്റെ മനസ്സങ്ങ് ഉരുകിപ്പോയി. ഞാൻ അതുകൊണ്ട് ഇങ്ങോട്ട് വന്നത്. അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി പറഞ്ഞു, രേവതിയുടെ അനിയനും അമ്മയും അനിയത്തിയൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മയുടെ മനസ്സ് പൂ പോലെ ഉരുകിപ്പോയി. അതുകൊണ്ടല്ലേ അമ്മ ഇങ്ങോട്ടേക്ക് വന്നത്. എന്റെ അമ്മയുടെ ഒരു മനസ്സേ, പൂ പോലത്തെ മനസ്സ്. അപ്പൊ നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞു, അല്ല, അവര് വന്ന് ക്ഷമ ചോദിക്കുന്നതിന് മുമ്പ് അമ്മ സ്റ്റേഷനിൽ നിന്ന് പരാതി പിൻവലിച്ചില്ലേ, അതെന്തിനാ അതെന്തിനാ? അപ്പോഴത്തേക്കും ശ്രുതിയും ചോദിച്ചു, അത് ശരി, അതെന്തിനാ? അത് പിന്നെ രവിയേട്ടൻ വന്ന് പറഞ്ഞതിന് ശേഷം ഞാൻ നന്നായിട്ടൊന്ന് ഇരുത്തി ചിന്തിച്ചു. അപ്പം രവിയേട്ടൻ പറഞ്ഞതിൽ കാര്യം ഉണ്ടെന്നാ എനിക്ക് തോന്നിയത്. അതുകൊണ്ടാ ഞാൻ പരാതി പിൻവലിച്ച് ഇങ്ങോട്ടേക്ക് വന്നത്. ഓ അല്ലാതെ ഞാൻ പറയുന്നതിൽ കാര്യം ഉണ്ടെന്ന് നിനക്ക് തോന്നിയിട്ടല്ല. അല്ല, ഞാൻ അന്ന് വന്ന് പറഞ്ഞപ്പോ നിനക്ക് വരാൻ തോന്നിയില്ലല്ലോ. എന്താ നീ പറയുന്നത്? എന്താ ചന്ദ്ര ഇത്? അത് പിന്നീട് ആലോചിച്ചപ്പോഴാണ് എനിക്ക് തോന്നിയത് രവിയേട്ടൻ പറയുന്നതൊക്കെ ശരിയാണെന്ന്. മറ്റുള്ളവർ പറയുന്ന തെറ്റിന് ഞാൻ എന്തിനാ എന്റെ വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നത്? അതുകൊണ്ടാണ് ഞാൻ പരാതി പിൻവലിച്ച് ഉടനെ ഇങ്ങോട്ടേക്ക് പോകുന്നത്. അതെന്താ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് നിങ്ങൾക്ക് ആർക്കും ഇഷ്ടമായില്ലേ? ഞാൻ വരേണ്ടിയിരുന്നില്ലേ ഇപ്പൊ? അതെന്താ? അപ്പോഴത്തേക്ക് നമ്മുടെ വർഷം പറഞ്ഞു, ആന്റി മാറ്റി മാറ്റി പറയുകയാണോ? ഞാൻ മാറ്റി മാറ്റി പറയുകയൊന്നും അല്ല. ഞാൻ പറഞ്ഞത് തന്നെയാ പരാതി പിൻവലിച്ച് ഇങ്ങോട്ടേക്ക് വരാനുള്ള കാരണം. അല്ല, ഉറപ്പിക്കട്ടെ, ഇനി മാറ്റി പറയരുത്. ഒരു തരം, രണ്ടു തരം, മൂന്ന് തരം ഉറപ്പിച്ചോ? അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി പറഞ്ഞു, അമ്മ ഇനി ഇതിന്റെ പേരില് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയാല് ഇനിയിപ്പോ എന്നും ആ ഭാമേന്റെ വീട്ടിൽ ഞങ്ങൾ വരേണ്ടി വരും. അത്ര പെട്രോൾ കാശ് ചെലവാകുമെന്ന് അറിയാമോ? ഇപ്പൊ തന്നെ ഒരുപാട് ക്യാഷ് ചെലവായി. കേട്ടല്ലോ. അവന് പെട്രോൾ കാശ് ചെലവാകാതിരിക്കാൻ വേണ്ടിയിട്ടാ അമ്മയോട് ഇവിടുന്ന് പോകരുത് എന്ന് പറയുന്നത്. അത് മാത്രമല്ല, അമ്മ ഇവിടുന്ന് പോകുന്നത് എനിക്ക് ഇഷ്ടമല്ല, അതുകൊണ്ടും കൂടെ ഒന്ന് ശ്രുതി. അപ്പൊ നമ്മുടെ ചന്ദ്ര പറഞ്ഞു, എനിക്കൊരു കാര്യം പറയാനുണ്ട്. രേവതി ഇവിടെ നിൽക്കുന്നതിൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഇവളുടെ കുടുംബത്തിലുള്ള ആരും ഈ വീട്ടിലേക്ക് കയറി വരാൻ പാടില്ല. അങ്ങനെ ഒരു ഡിമാൻഡും കൂടെ വേണം. അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി, സച്ചോട്ട് ഇത് എന്താ സച്ചോട്ട് അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത്? എന്താ അമ്മ ഇത്? എന്റെ അമ്മ അനിയത്തി എന്ത് തെറ്റാ ചെയ്തത്? അവർക്ക് എന്നെ കാണണമെന്ന് തോന്നൂല്ലേ? വിശേഷ ദിവസങ്ങളിലൊക്കെ അവരും ഇവിടെ വരണ്ടേ? വരണ്ട. വിശേഷ ദിവസങ്ങളിലല്ല, ഒരു ദിവസവും അവർ ഈ വീട്ടിൽ വന്നു പോകരുത്. അവര് വരുന്നത് എനിക്ക് ഇഷ്ടമല്ല. അവരെ ഞാൻ ഈ വീട്ടിനകത്ത് കേറ്റില്ല. പടിക്കകത്ത് പോലും ഞാൻ കേറ്റത്തില്ല. അവർക്ക് നിന്നെ കാണണമെന്ന് തോന്നുമ്പം അവര് അങ്ങോട്ട് വിളിക്കട്ടെ നിന്നെ. അപ്പൊ നീ അങ്ങോട്ടേക്ക് ചെന്നാ മതി. അല്ലെങ്കിൽ നീ ഡെയിലി ഇവിടുന്ന് പോകുന്നുണ്ടല്ലോ. അപ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രൻ സച്ചിയോട് പറഞ്ഞു, സച്ചിയേട്ടൻ എന്താ ഇത്? അപ്പൊ സച്ചി ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. അപ്പൊ രവീന്ദ്രൻ പറഞ്ഞു, ആവശ്യമില്ലാതെ എന്റെ പൊന്ന് രേവതി എന്നല്ല ചന്ദ്രൻ, നീ വഴക്കുണ്ടാക്കരുത്. രേവതി ഇവിടെയല്ലേ താമസിക്കുന്നത്, അവരോട് ഇങ്ങോട്ട് വരരുതെന്ന് പറയാനുള്ള ഒരു അവകാശം നിനക്ക് നല്ല വേറെ ആർക്കുമില്ല. അങ്ങനെയാണെങ്കിൽ വീടിന് വെളിയിൽ നിന്ന് അവർ കണ്ടിട്ട് പോണം. വീട്ടിന്റെ അകത്തേക്ക് കയറാൻ ഞാൻ സമ്മതിക്കത്തില്ല. പറ്റില്ല. ഇതെങ്കിലും അംഗീകരിച്ചേ പറ്റത്തുള്ളൂ. പിന്നെ അവരെല്ലാവരും ഈ വീട്ടിൽ വരും. രേവതി ഈ വീടിന്റെ പുറത്ത് വെച്ചല്ല, അകത്ത് വെച്ച് കാണും. പിന്നെ വന്നിട്ട് എന്റെ കഴുത്തിലും കാതിലും കയ്യിലും ഒക്കെ ഉള്ളത് നോക്കി വെച്ചിട്ട് റോഡിലൂടെ പോകുമ്പോ തട്ടിപ്പറിച്ചോണ്ട് ഓടാനല്ലേ? അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വരണ്ടെന്ന് പറഞ്ഞത്. എനിക്ക് വയ്യ ഇനി പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങാനും സ്വർണം മോഷണം പോകുമ്പോ ഇവിടെ കിടന്ന ചങ്ക് തല്ലി കരയാനും. അപ്പൊ രവീന്ദ്രൻ പറഞ്ഞു, ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല. മനുഷ്യരല്ലേ? എന്തെങ്കിലും സംഭവിച്ചാലും നാളെ എന്തെങ്കിലും സംഭവിച്ചാലും ആരെ ഉപകാരപ്പെടുക? അങ്ങനെ നമുക്ക് പറയാൻ പറ്റുമോ? ഇവളുടെ കുടുംബം ഇവിടെ വന്നാലാ നമുക്ക് എന്തെങ്കിലും സംഭവിക്കുക. ചന്ദ്രേ, നീ വായെടുക്കുന്നുണ്ടോ? കുറച്ച് കൂടുന്നുണ്ട് നീ. ഇതിനെക്കുറിച്ച് നീ ഇപ്പൊ കൂടുതലൊന്നും സംസാരിക്കണ്ട. രേവതിയുടെ കുടുംബം എപ്പോഴും വരുന്ന പോലെ തന്നെ ഇവിടെ വന്നുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ എന്റെ തീരുമാനം അല്ലല്ലോ ഇവിടെ നടക്കുന്നത്. എല്ലാം നിങ്ങളുടെ ഇഷ്ടം പോലെയല്ല നടക്കുന്നത്. അനുഭവിക്കുമ്പോ മനസ്സിലായിക്കോളും. നടക്കട്ടെ. ഇനിയും എന്തെങ്കിലും മോഷണം പോകുമ്പോഴേ നിങ്ങൾ പഠിക്കത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചന്ദ്ര വലിയ ഗേമമായിട്ട് അങ്ങ് പോകാൻ തുടങ്ങിയിട്ട് ചന്ദ്ര അവിടെ നിന്നു. എന്നിട്ട് പറഞ്ഞു, അല്ല അതിരിക്കട്ടെ, നിങ്ങളുടെ അമ്മയുടെ വീട്ടിൽ പോയി നിൽക്കുന്നു പറഞ്ഞിട്ട് എന്ത് പറ്റി? അതിന്റെ ആവശ്യം എന്താ? നിനക്ക് പോകുമ്പം ഇഷ്ടമുള്ള സ്ഥലത്ത് പോയി നിൽക്കത്തില്ലേ? പിന്നെ എനിക്ക് എന്റെ അമ്മയുടെ അടുത്ത് പോയി നിൽക്കുന്നതിന് എന്നാ പ്രശ്നം ഇരിക്കുന്നത്? അത് വിട്. നിങ്ങൾ എന്നെ ഡിവോഴ്സ് ചെയ്യുമെന്ന് പറഞ്ഞില്ലേ? അതിന് മാത്രം ഇവിടെ എന്താ ഉണ്ടായത്? ഡിവോഴ്സോ? അത് ഞാൻ പറഞ്ഞതായിട്ട് അച്ഛൻ പറഞ്ഞായിരുന്നു ഡിവോഴ്സ് എന്ന് സച്ചി പറഞ്ഞപ്പോഴത്തേക്കും, ഡിവോഴ്സ് അല്ലേ മോനെ? ഡിവോഴ്സ്. അത്. അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി പറഞ്ഞു, അതിനിടയിൽ അച്ഛനമ്മ ഡിവോഴ്സ് ചെയ്യാൻ തീരുമാനിച്ചോ ഈ പ്രായത്തില്? എന്താ അച്ഛാ ഇത്?
ഉം കല്യാണം കഴിക്കാൻ മാത്രമേ ഇത്ര വയസ്സാകണമെന്നുള്ളൂ, ഡിവോഴ്സ് നമുക്ക് ഏത് പ്രായത്തിലും ചെയ്യാം. അയ്യോ എന്നാലും എന്റെ പാവം അമ്മ, അയ്യോ കഷ്ടം. അപ്പൊ നമ്മുടെ വർഷ പറഞ്ഞു, കറക്റ്റ്, ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ടതാ, 80 വയസ്സുള്ള ഒരാള് അവരുടെ വൈഫിനെ ഡിവോഴ്സ് ചെയ്തു എന്ന്. 80 വയസ്സോ എന്ന് ചന്ദ്ര. 80 വയസ്സ്. അപ്പൊ ശ്രുതി പറഞ്ഞു, അല്ല അങ്കിൾ അങ്ങനെ തീരുമാനിച്ചിരുന്നോ? ഉം ഞാൻ അങ്ങനെ തീരുമാനിച്ചിരുന്നു എന്ന് ചോദിച്ചാല്, ദേ കല്യാണം കഴിഞ്ഞപ്പോഴത്തേക്കും ഉണ്ടല്ലോ എനിക്ക് പര്യന്തം തടവ ശിക്ഷ കിട്ടിയതാ. അത് ഞാന് അനുഭവിക്കാൻ തീരുമാനിച്ചു. പിന്നെ വേറെ ഒന്നും ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. ഇനിയിപ്പം തീരുമാനിക്കാൻ പോണോ? അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി പറഞ്ഞു, ഇനിയെങ്കിലും വെറുതെ ഇങ്ങനെയൊന്നും പറയല്ല, അമ്മ വീണ്ടും പിണങ്ങിപ്പോവും. എനിക്കിനി പെട്രോളിൽ ചെലവാക്കാൻ 5 പൈസയിൽ ഞാൻ ആകെ ടൈറ്റില്ല. അവന്റെ ഒരു പെട്രോൾ ഒന്ന് നിർത്തടാ എന്ന് സച്ചി. അപ്പൊ രവീന്ദ്ര പറഞ്ഞു, എല്ലാവരും നിർത്തിക്കെ, അവരവരുടെ റൂമിൽ പോകാൻ നോക്കാം, ഇവിടെ പ്രശ്നമൊക്കെ തീർന്നു എന്നിങ്ങനെ പറഞ്ഞു കേട്ടോ. ഏതായാലും വന്നിട്ട് എല്ലാവരും അവനവന്റെ ഇഷ്ടത്തിന് ഇങ്ങനെ പിരിഞ്ഞു പോവുകയാണ്, അവരവരുടെ റൂമിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പൊ നമ്മുടെ രേവതി പോകാൻ തുടങ്ങിയപ്പോഴത്തേക്ക് രവീന്ദ്രൻ പറഞ്ഞു, അതേ മോളെ അച്ഛനൊരു ചായ ഇടട്ടോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, ഇടാല്ലോ, അല്ല അമ്മയ്ക്ക് വേണോ? എത്ര നേരമായി ഞാൻ ഇവിടെ വന്നിട്ട്, എനിക്കൊരു ചായ വേണം, പെട്ടെന്ന് എടുക്ക. ഇപ്പഴാണ് നീ ചോദിക്കുന്നത്? അയ്യോ തരാമേ എന്ന് പറഞ്ഞ് രേവതി കിച്ചണിലേക്കും പോയിട്ടോ. ഏതായാലും ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ശ്രുതിനെയാണ് കേട്ടോ. ഒരു എത്തും പിടിയും കിട്ടുന്നില്ല നമ്മുടെ ശ്രുതിക്ക്. ഇത് എങ്ങനെയായിരിക്കും വന്നത്? ഇതെങ്ങനെയാ എന്നൊക്കെ ഇങ്ങനെ പറയാ. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി പറഞ്ഞു, ഞാൻ മെയിൻ ഡോർ വഴി വന്നു. എന്റെ പൊന്നു ശ്രുതിയുടെ കാര്യമല്ല ചോദിച്ചത്, ശ്രുതിയുടെ അമ്മ എങ്ങനെ വന്നെന്നാ. അത് അമ്മ മുൻവശത്തെ വാതിൽ വഴി വന്നു, അല്ലാതെ പിന്നെ വേറെ ഏത് വഴി വരാന്? നല്ല ഇടി വെച്ച് തരാനാ തോന്നുന്നത്. എന്താ ശ്രുതി, എന്താ പ്രശ്നം? നീ കാര്യം പറ. അതിന് നമ്മൾ ചെന്ന് വരാൻ പറഞ്ഞപ്പോ ആന്റി വന്നില്ല. അങ്കിള് നേരിട്ട് ചെന്ന് കണ്ട് പറഞ്ഞിട്ട് പോലും ആന്റി വന്നില്ല. പിന്നെ ഇപ്പൊ പെട്ടെന്ന് ആന്റി എങ്ങനെ വന്നു? അത് പിന്നെ അമ്മ പറഞ്ഞല്ലോ, അച്ഛൻ ചെന്ന് സംസാരിച്ചു കഴിഞ്ഞപ്പം അമ്മ ഇരുത്തി ഒന്ന് ആലോചിച്ചു. അപ്പം അച്ഛൻ പറഞ്ഞത് ശരിയാണെന്ന് തോന്നി, അത് അമ്മ ഇങ്ങോട്ടേക്ക് വന്നത്. ഏയ് അതിലൊരു ചാൻസും ഇല്ല. ആന്റി കള്ളം പറയുന്നത് തന്നെയാ, അതൊന്നുമല്ല കാര്യം. അങ്കിള് പറഞ്ഞിട്ടാ വന്നതെങ്കില് അങ്കിളിന്റെ കൂടെ അപ്പൊ തന്നെ വരായിരുന്നില്ലേ? ഇതിപ്പം അങ്കിള് പറഞ്ഞാലൊന്നും ആന്റി വരത്തില്ലെന്ന് എനിക്കറിയാം. ആന്റിനെ കണ്ടിട്ട് വരുമ്പം അങ്കിള് ഭയങ്കര ഡള്ളായിരുന്നു. ആന്റി അങ്കിളിനോട് എന്താ സംസാരിച്ചതെന്ന് അതിൽ നമുക്ക് ഊഹിക്കാമല്ലോ. ഇപ്പം ഒട്ടും പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് വന്നു. അതിനിടയിൽ എന്താ സംഭവിച്ചതെന്ന് എനിക്കങ്ങോട്ട് മനസ്സിലാവുന്നില്ല. അത് പിന്നെ എന്തായാലും അമ്മ വന്നല്ലോ, അത് തന്നെ ഭയങ്കര സന്തോഷം. നീ എന്തിനാ ഇതിനെക്കുറിച്ച് ഇങ്ങനെ റിസർച്ച് നടത്തുന്നത്? അമ്മ ഇവിടെ തിരികെ വന്നതിൽ നിനക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? അയ്യോ എനിക്കൊരു പ്രോബ്ലം ഇല്ല ആന്റി, അതിൽ ഞാൻ ഹാപ്പിയാ, ഭയങ്കര ഹാപ്പിയാ. പിന്നെ എന്തിനാ നീ അതിനെക്കുറിച്ച് ആലോചിച്ച് തല പുകയ്ക്കുന്നത്? അത് വിട്ടുകളാ പ്രശ്നം. അത് വിട്ടൊക്കെ കളയാം. അല്ല നീ വന്നേ, നമ്മൾ ഇവിടെ മാറി നിന്ന് സംസാരിക്കുന്നത് കണ്ടല്ലേ, സച്ചി അത് വലിയ കഥയാക്കും. എനിക്കാണെങ്കിൽ എന്താണെന്നറിയില്ല, നല്ല വിശപ്പുണ്ട്. നീ വന്നേ, നമുക്ക് വല്ലതും പോയി കഴിക്കാം. ശ്രുതി എന്ന് പറഞ്ഞ് ശ്രുതിയെ വിളിച്ചോണ്ട് പോകാൻ തുടങ്ങും. അപ്പോൾ ശ്രുതി പറഞ്ഞു, ഇപ്പൊ വരാൻ പൊക്കോന്ന് പറയാൻ കേട്ടോ നമ്മുടെ ശ്രുതിയോട്. എന്നിട്ട് നമ്മുടെ ശ്രുതി ചിന്തിക്കുക, ഇതെങ്ങനെ വിടാൻ പറ്റും? രേവതി വീട്ടിൽ നിന്ന് ഇറങ്ങാതെ ഞാൻ വരില്ല എന്ന് പറഞ്ഞ ആളെ പെട്ടെന്ന് എങ്ങനെ വന്നു? പരാതി പിൻവലിച്ചു. ഇതിനൊക്കെ പിന്നില് എന്തൊക്കെയോ നടക്കുന്നുണ്ട്, സംഭവിക്കുന്നുണ്ട്. ആന്റിയോട് ചോദിച്ചാ പറയത്തില്ല എന്താണ് നടന്നതെന്ന്. ഭാമ ആന്റിക്ക് അറിയായിരിക്കും. ചോദിക്കേണ്ട രീതിയിൽ ചോദിച്ചാല് ഭാമ ആന്റി പറയുക തന്നെ ചെയ്യും. ചോദിക്കാം എന്ന്. ഏതായാലും ഈ സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ആന്റണിനെയാണ് കേട്ടോ. അപ്പൊ ആന്റണി ഫോണിലൊക്കെ ഇങ്ങനെ കുത്തി പറക്കി ഇരുന്നപ്പോഴത്തേക്ക് ആന്റണിയുടെ 2 ഗുണ്ടകൾ ആ വഴി വന്നു. അങ്ങനെ ഗുണ്ടകളോട് ചോദിച്ചു, എന്താ നിങ്ങൾ വൈകിയത്? നിങ്ങൾ പോയി ഒരു കുപ്പി മേടിച്ചിട്ട് വാ, നമുക്ക് ഇന്ന് ആഘോഷിക്കാന്ന് പറഞ്ഞ് കുറച്ച് പൈസ എടുത്തു കൊടുത്തിട്ട് ഞാൻ പോയിട്ട് വരാമെന്നും പറഞ്ഞ് അങ്ങ് പോകാൻ തുടങ്ങുക. അപ്പോഴത്തേക്ക് നമ്മുടെ ആന്റണി പറഞ്ഞു, ശരത്ത് ജയിലിൽ പോകുന്നതിന് മുമ്പ് എനിക്ക് കാണണമെന്നുണ്ടായിരുന്നു, 2 വർത്താനം പറയണമെന്നുണ്ടായിരുന്നു, പക്ഷെ അത് നടന്നില്ല. അല്ല ചേട്ടനോട് ആരാ പറഞ്ഞ അവൻ ജയിലിൽ പോയെന്ന്? അതെ, പോലീസുകാരിൽ എനിക്ക് അടുപ്പക്കാരില്ലേ, ഇന്ന് അവനെ പൊക്കുമ്പോ കോടതിയിൽ ഹാജരാക്കുമെന്ന് ആ പ്രസാദ് സാറ് വിളിച്ചു പറഞ്ഞിരുന്നു. അവനെ ആരും പൊക്കിയിട്ടില്ല, അവനിപ്പോ അവന്റെ വീട്ടിൽ കാണും. അവൻ അവന്റെ വീട്ടിൽ കാണുന്നോ? നിങ്ങൾ എന്താ ഈ പറയുന്നത്? എന്റെ പൊന്നെ ആന്റണി ചേട്ടാ, സച്ചിയുടെ അമ്മ അവനെതിരെ കൊടുത്ത പരാതി പിൻവലിച്ചത് അറിഞ്ഞായിരുന്നോ? അവനെതിരെ കേസുമില്ല, ഒരു കുഴപ്പമില്ല. അവൻ കുറെ കാലം ജയിലിൽ കിടക്കും, സച്ചി രവതിയും വീട് വിട്ടു പോകുന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. അതിനുവേണ്ടി ഞാൻ ഇങ്ങനെ ഒരു പണി ഒപ്പിച്ചത് തന്നെ. ഇതിപ്പോ 2 നടന്നില്ല, എല്ലാം വെറുതെ ആയി പോയല്ലോ, കഷ്ടം തന്നെ. ആ സച്ചി എന്തെങ്കിലും ചെയ്തു കാണും അവനെ രക്ഷിക്കാനായിട്ട്. അതാണ് അവന്റെ അമ്മ പരാതി പിൻവലിച്ചത്, അത് ഉറപ്പാ.
അവനവന്റെ അളിയനെ രക്ഷിച്ചല്ലേ, അത് പിന്നെ അവനുള്ള ശിക്ഷ കൊടുക്കണ്ടേ ഏട്ടാ? നമുക്ക് കൊടുക്കണ്ടേ ഏട്ടാ? പോലീസ് കൊടുത്തില്ല, നമുക്ക് കൊടുക്കണ്ടേ? സച്ചിക്കുള്ള ശിക്ഷയും കൊടുക്കണ്ടേ? അവസരം വരട്ടെ, വെയിറ്റ് ചെയ്യാം. എന്തായാലും ഞാൻ അവനെ വെറുതെ വിടാൻ പോകുന്നില്ല. അവനിട്ടൊരു പണി കൊടുത്താലേ എനിക്ക് ഇനി സമാധാനം ആവത്തുള്ളൂ എന്ന് പറഞ്ഞ് ആന്റണി ഇങ്ങനെ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പൊ ആന്റണിക്ക് വാശിയും വൈരാഗ്യവും വീറും ഒക്കെ കൂടുതലാണ്. ഏതായാലും ഇതിനു ശേഷം കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ രേവതിനെ ആണ് കേട്ടോ. രേവതി ആ ഒരു ഇഷ്ടികയൊക്കെ എടുത്തു വെച്ച് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. കാരണം വേറെ ഒന്നുമല്ല, നമ്മുടെ രേവതി അവിടെ റൂം കെട്ടാൻ വെച്ചിരുന്ന പൈസയാണല്ലോ എടുത്ത് അനിയന് കൊടുക്കേണ്ട വന്നത്. അപ്പൊ ആ ഇഷ്ടികയൊക്കെ വെറുതെ ആയി പോയല്ലോ, ഇനി ഒന്നും കൂടെ സ്വരൂപീകരിക്കണമല്ലോ. അതുകൊണ്ട് ആ ഇഷ്ടികയൊക്കെ എടുത്ത് വെച്ച് ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. അപ്പൊ സച്ചി കയറി വരിക. സച്ചിക്കാണെങ്കിൽ ഇത് കാണുമ്പോൾ വിഷമം വരികയാണ് കേട്ടോ. നമ്മുടെ രേവതി ആ ഇഷ്ടികയൊക്കെ എടുത്ത് വെച്ച് നോക്കുന്നത് കണ്ടപ്പോഴത്തേനും, എന്താ രേവതി, നമ്മുടെ സ്വപ്നങ്ങളൊക്കെ പോയത് കൊണ്ടാണോ നീ ഇപ്പൊ ഇങ്ങനെ വിഷമിക്കുന്നതെന്ന് ചോദിച്ചപ്പം, വിഷമമൊന്നുമില്ല, ഇന്ന് എനിക്ക് ഒരുപാട് സമാധാനമുള്ള ദിവസം തന്നെയാ. ഭയപ്പെട്ടതുപോലെയൊന്നും സംഭവിച്ചില്ലല്ലോ സച്ചേട്ടാ. പിന്നെ പ്രശ്നമില്ല, നമ്മളെ സ്വപ്നം നഷ്ടപ്പെട്ടാൽ എന്താ, ക്യാഷ് പോയാൽ എന്താ, നല്ല രീതിയിൽ എല്ലാം അവസാനിച്ചില്ലേ, അത് തന്നെ വലിയ കാര്യം. നമ്മൾ അവസാനിപ്പിച്ചു എന്ന് പറ. അതല്ലേ ശരി. അത് ശരിയാ, ശരത്തിന്റെ കാര്യം ഓർത്തൊന്നും ഉറങ്ങാൻ പറ്റിയിരുന്നില്ല. ഇനി മനസ്സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങാലോ. എനിക്കെന്തോ ഉറക്കം വരുന്നില്ല രേവതി. സങ്കടം ഉണ്ടായ മാത്രമല്ല, സന്തോഷം ഉണ്ടായാലും എനിക്ക് ഉറക്കം വരത്തില്ല. ആണോ? എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട് കേട്ടോ സച്ചേട്ടാ, ഞാൻ ഉറങ്ങാൻ പോവാ. സച്ചേട്ടനെ പുലരുവോളം ആകാശം നോക്കി കിടന്നോ, നിറയെ നക്ഷത്രങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് കിടക്കല്ലേ, ഉറങ്ങാൻ വരട്ടെ. ഈ ആകാശം നോക്കിയേ, നീ പറഞ്ഞതുപോലെ നിറയെ നക്ഷത്രങ്ങളുണ്ട്. അതിങ്ങനെ നോക്കി കിടക്കാൻ നല്ല രസമല്ലേ, നല്ല ഭംഗിയല്ലേ? അതിങ്ങനെ നോക്കി കിടക്കണം. രാത്രി ആകാശം കാണാൻ എന്തൊരു ഭംഗിയാണല്ലേ. ഇത്രയെത്ര നക്ഷത്രങ്ങളാണ് മിന്നിത്തിളങ്ങി ഓടി കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും ഒരു കാലത്ത് ഈ നക്ഷത്രങ്ങളെല്ലാം താഴെ വീഴും, അപ്പോഴും ആകാശം അവിടെ തന്നെ കാണും. അതുപോലെ നമുക്ക് വളരാൻ വേണ്ടി നമ്മൾ ചില തീരുമാനങ്ങളൊക്കെ എടുത്താല് അത് ഇഷ്ടപ്പെടാതെ പലരും മടങ്ങിയൊക്കെ പോകും. അപ്പോഴും നമ്മുടെ തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കണം, മാറരുത്, ആ തീരുമാനങ്ങൾ മാറ്റരുത്. ഈ ആകാശം നമുക്ക് തരുന്ന പാഠം അതൊക്കെ തന്നെയാ. സച്ചേട്ടൻ ഇത്ര വലിയ തത്വജ്ഞാനിയാണെന്ന് ഞാൻ അറിഞ്ഞില്ല കേട്ടോ. ഇത് ഞാൻ പറഞ്ഞൊന്നും അല്ല, എന്റെ കാറിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു ടീച്ചർ പറഞ്ഞതാ. ടീച്ചറോ? അതേന്നെ, ചെറുപ്പത്തില് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴേ ഞാൻ നക്ഷത്രങ്ങളൊക്കെ എണ്ണി നോക്കുമായിരുന്നു. എത്ര എണ്ണിയാലും തീരത്തില്ലെന്നേ. അതിങ്ങനെ കൂടി വരും. പിന്നെ ആകാശം നോക്കി ഒരു പാട്ടും പാടി ഇങ്ങനെ അങ്ങ് ഇരിക്കും. അതേത് പാട്ടാ പാടുക? ആ പാട്ടൊന്ന് പാടിക്കേ. പാട്ട് പാടാം. ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ ഹൗ ഐ വണ്ടർ 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 വണ്ടർ. വണ്ടർ കഴിഞ്ഞ് എന്നായിരുന്നു രേവതി? വണ്ടർ കഴിഞ്ഞ് വണ്ടറിനപ്പുറം അങ്ങോട്ട് ഓർമ്മയില്ലല്ലേ? എന്നാ പിന്നെ അറിയുന്ന വേറെ ഏതെങ്കിലും പാട്ട് പാട്. അത് പിന്നെ എന്താ ഇനിയിപ്പൊ പാടുക? ഞാന് നോക്കട്ടെ. പുത്തഞ്ചേരി സാറിന്റെ പാട്ടാണെ കൊള്ളായിരിക്കൂലേ? അതല്ലാതെ ഏത് പാട്ട് പാടാനാ? സാറിന്റെ പാട്ട് മനസ്സിലേക്ക് ഒഴുകി വരിക ഈ ആകാശം കാണുമ്പോ. എന്നാ ആ പാട്ട് പാട്. എന്നാ പിന്നെ ഞാൻ പാട്ട് പാടാമേ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സച്ചി പാട്ട് പാടാൻ തുടങ്ങുകയാണ് കേട്ടോ. ശാന്തമീ രാത്രിയിൽ വാദ്യഘോഷാദികൾ കൊണ്ടുവാ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ രണ്ടുപേരും ആ ഒരു രാത്രി വണ്ടർഫുൾ കളർഫുൾ ആക്കി മാറ്റാണ് കേട്ടോ ഇങ്ങനെ സംസാരിച്ച്. അപ്പൊ ഈ ഒരു സീനൊക്കെ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. ഇപ്പൊ തന്നെ അലീനയുടെ വിശേഷം നമ്മൾ റിയൽ സ്റ്റോറിക്ക് എത്തിയത്. അപ്പൊ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, ലൈക്ക് അടിക്കാൻ മറക്കരുതേ.